നമസ്കാരം. കുംഭമേളയിലെ ചിത്രങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടി ദേശീയതലത്തിൽ വൈറലായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ കേരള ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. വൻ വിവാദങ്ങൾക്ക് വഴി തുറന്ന കേസിൽ പെൺകുട്ടിയുടെ ഭർത്താവ് മുഹമ്മദ് ഫർമാൻ ഖാന്റെ അറസ്റ്റാണ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് പ്രതിക്ക് ആശ്വാസമേകുന്ന ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. കേസിൽ അടിയന്തരമായ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് തടഞ്ഞ കോടതി നിയമപരമായ തുടർ നടപടികൾക്കായി മധ്യപ്രദേശിലെ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഫർമാൻ ഖാൻ ഒരു മാസത്തെ സാവകാശവും അനുവദിച്ചു. ഒരു മാസത്തേക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് മധ്യപ്രദേശ് പോലീസിന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. കേസിന്റെ സങ്കീർണതയും പെൺകുട്ടിയുടെ ജീവനുമേലുള്ള ഭീഷണിയും പരിഗണിച്ചാണ് ഹൈക്കോടതി താൽക്കാലികമായി വിഷയത്തിൽ ഇടപെട്ടത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹം കഴിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്യമതസ്ഥനായ യുവാവ് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു കടത്തിക്കൊണ്ടുപോയി എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ഇതേ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് അറസ്റ്റ് ഭയന്ന് ദമ്പതികൾ കേരളത്തിലേക്ക് കടന്നത്. തുടർന്ന് തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും പോലീസിന്റെ അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടിയും ഭർത്താവും സംയുക്തമായി കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. കേസ് പരിഗണിച്ച വേളയിൽ മധ്യപ്രദേശ് പോലീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. പെൺകുട്ടിക്ക് നിലവിൽ വെറും 16 വയസ്സ് മാത്രമാണ് പ്രായമെന്നും അതിനാൽ ഇതൊരു പീഡനക്കേസിന്റെ പരിധിയിൽ വരുമെന്നും പോലീസ് വാദിച്ചു. ഹിന്ദു വിവാഹ നിയമങ്ങളെ മുൻനിർത്തിയാണ് പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ പ്രധാനമായും നിരത്തിയത്. നിലവിലുള്ള നിയമപ്രകാരം 2 ഹിന്ദുക്കൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകാൻ സാധിക്കുകയുള്ളൂ എന്നും അല്ലാത്ത പക്ഷം ആ വിവാഹത്തിന് നിയമസാധുത ഉണ്ടായിരിക്കില്ലെന്നും മധ്യപ്രദേശ് പോലീസിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. മുസ്ലിം യുവാവ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഈ വിവാഹം നിയമപരമായി അസാധുവാണെന്നും അതിനാൽ സംരക്ഷണം നൽകരുത് എന്നുമായിരുന്നു പോലീസിന്റെ ആവശ്യം. പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖകളിലെ പൊരുത്തക്കേടുകളും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആശുപത്രി രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പെൺകുട്ടിയുടെ ജനന തീയതി 2009 ഡിസംബർ 13 ആണെന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ ഔദ്യോഗിക ജനന സർട്ടിഫിക്കറ്റും മറ്റ് വിദ്യാഭ്യാസ രേഖകളും തമ്മിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ നിയമവിരുദ്ധമായി കൂടെ പാർപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ കുട്ടിയെ കേസിലെ പ്രതിയുടെ പക്കൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടി ഒരു ഇരയായി കണ്ട് നിയമപരമായ എല്ലാവിധ സംരക്ഷണവും പുനരധിവാസവും ഉറപ്പാക്കാൻ തങ്ങൾ തയ്യാറാണെന്നും മധ്യപ്രദേശ് പോലീസിന്റെ അഭിഭാഷകൻ ചൊവ്വാഴ്ച കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെയും സ്വന്തം മാതാപിതാക്കളുടെയും വാദങ്ങളെ അപ്പാടെ തള്ളിക്കൊണ്ടുള്ള കടുത്ത നിലപാടാണ് പെൺകുട്ടി കോടതി മുൻപാകെ സ്വീകരിച്ചത്. തനിക്ക് നിലവിൽ 18 വയസ്സ് തികഞ്ഞതാണെന്നും തങ്ങൾ നിയമപരമായി തന്നെയാണ് ജീവിക്കുന്നതെന്നും പെൺകുട്ടി ജഡ്ജിയെ ബോധിപ്പിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഇറങ്ങി പുറപ്പെട്ടതെന്നും തന്നെ ആരും തട്ടിക്കൊണ്ടു പോയതല്ലെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയാൽ ഉണ്ടാകുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചും പെൺകുട്ടി കോടതിയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഭിന്നമതത്തിൽപ്പെട്ട യുവാവിനെ വിവാഹം കഴിച്ചതിനാൽ മധ്യപ്രദേശിലേക്ക് തിരികെ പോയാൽ താൻ ക്രൂരമായ ദുരഭിമാന കൊലയ്ക്ക് ഇരയാകാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് പെൺകുട്ടി ഭയപ്പെടുന്നത്. താൻ നിലവിൽ സുരക്ഷിതയായി ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് മാത്രമാണെന്നും പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു. പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി വൈകാരികമായ വെളിപ്പെടുത്തലുകളും കേസിന്റെ സങ്കീർണമായ നിയമവശങ്ങളും മുൻനിർത്തിയാണ് പ്രതിക്ക് താൽക്കാലിക ആശ്വാസം നൽകാൻ ഹൈക്കോടതി തീരുമാനിച്ചത്.